അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് അധികം സാധനങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മാങ്ങച്ചാറിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറുതായിട്ട് പഴുപ്പായിട്ട് വന്ന മാങ്ങയുമുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടെടുക്കുകയാണ്. പിന്നെ മുളക് പൊടി, നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടി, പിന്നെ കായത്തിൻ്റെ പൊടി, ഉലുവയുടെ പൊടി, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പച്ച വെളിച്ചെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണയിൽ കടുകും വേപ്പിലയും വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അച്ചാർ റെഡിയായി. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു കുപ്പിയിലാക്കി വയ്ക്കുക. ഇത്ര ഉള്ളൂ അച്ചാറിൻ്റെ പരിപാടി. അപ്പം ഞാൻ സാധാരണ അച്ചാറൊക്കെ ഉണ്ടാക്കും പോലെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എല്ലാം കൂടി ഇട്ടിട്ട് വാട്ടി അച്ചാറുണ്ടാക്കിയാലൊന്നും ഇവിടെ ആരും കഴിക്കില്ല കേട്ടോ. ഇങ്ങനെ അച്ചാറുണ്ടാക്കിയാലാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പം മാങ്ങ പെട്ടെന്ന് അലന്ന് വരയില്ല, അതിൻ്റെ പുളിയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരയില്ല. നല്ല കടിച്ച് തിന്നാൻ പാകത്തിന് പറ്റിയ അച്ചാറാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് കൂടുതൽ അച്ചാർ ഉണ്ടാക്കണത്, ഇങ്ങനെ ഉണ്ടാക്കിയാലാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. എന്നിട്ട് ആവശ്യത്തിന് മാത്രമേ ഇത്തിരി എടുക്കുള്ളൂ. ഒരുപാട് ദിവസം പുറത്തിരുന്നാൽ പൂത്തു പോകും. അടിപൊളി. നല്ല പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച്, പച്ച വെളിച്ചെണ്ണയൊക്കെ പ്ലേറ്റിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച അച്ചാർ അടിപൊളി സൂപ്പറാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അച്ചാറാണ് കേട്ടോ. അപ്പം ഞാൻ 2 കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഇത്രയുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള ചോറിട്ട്, ഒരു കലം ചോറിട്ട് ഇതിലിട്ട് പുരട്ടി തിന്നാട്ടോ. നല്ല പച്ച വെളിച്ചെണ്ണ മുളക് പൊടിയൊക്കെ ഉണ്ട്. നല്ല ഉലുവയുടെയും കായത്തിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് അലിഞ്ഞു പോകുകയില്ല, നല്ല ടേസ്റ്റുമാണ്. കടിച്ച് തിന്നാനും പറ്റും കേട്ടോ.